നമസ്കാരം. നാളെ ഡിസംബർ 21 എൻ്റെയും ലാലേട്ടൻ്റെയും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പ്രൊഡക്ഷനിലുള്ള നേരെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇതിനകം തന്നെ ട്രെയിലർ റിലീസ് ചെയ്തതോടുകൂടി ഒരു വലിയ സ്വീകരണമാണ് ലാലേട്ടൻ്റെയും സിനിമാ ആസ്വാദകരായ നിങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല ചിത്രമായിരിക്കും. അത് ആ ഒരു ആത്മവിശ്വാസം നേരിൽ വർക്ക് ചെയ്ത ഞങ്ങളെല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ലാലേട്ടനും ഒന്നിക്കുമ്പോൾ ഇതുവരെ ഒന്നിച്ച സിനിമകളിലെല്ലാം ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് അങ്ങനത്തെ ഫാക്ടേഴ്സ് ഉള്ള ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർക്കെല്ലാം ഇത് അതുപോലത്തെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ട്വിസ്റ്റുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമയാണെന്ന് കരുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കുറേ ചാനൽ പ്രൊമോഷനിൽ കുറേ പേർക്ക് ഇത് മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും പറയുന്നത് ദൃശ്യം 2 സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇതും ഒരു നുണയാണ് എന്നൊക്കെയാണ് പലരും കരുതിയിരിക്കുന്നത്. സത്യത്തിലല്ല. ഈ സിനിമ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. അതിൻ്റെ കാരണം ഇതിനകത്തൊരു ക്രൈമൊക്കെ ഉണ്ട്. ഒരു സാധാരണ ഇതിനു മുമ്പുള്ള സിനിമകളിലെല്ലാം ഒരു ക്രൈം നടന്നു, ഒരു അതിൻ്റെ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിനെ തുടർന്നുണ്ടാകുന്ന സസ്പെൻസ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ട്വിസ്റ്റ്, അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്തത്. ഇതിലങ്ങനെയല്ല. ഇതിലൊരു ക്രൈം നടന്നു, പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതിനുശേഷം കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സിനിമകളിൽ കാണുന്ന കോടതിയിൽ നിന്ന് വിഭിന്നമായി മാക്സിമം കുറച്ചുകൂടി ഒരു ഒതൻറ്റിക് കോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ തരുന്നത് കുറച്ചുകൂടെ കോടതി കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം കൗതുകരമായി ഒരു ഒത്തിരി കാഴ്ചകളുണ്ട്, കോടതിക്കുള്ളിലെ കാഴ്ചകൾ. എൻ്റെ റൈറ്റർ ശാന്തി മായാദേവി, ഷീസ് ആൻ അഡ്വക്കേറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ശാന്തിയോട് എഴുതാൻ പറഞ്ഞതും കാരണം കുറച്ചുകൂടെ ഒതൻറ്റിക്കായിട്ട് നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബേസിക്കലി ഒരു ലീഗൽ ബാറ്റിലാണ്. ഒരു പ്രതിയെ കോടതിയിൽ എത്തിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ഡിഫൻസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുക, പ്രോസിക്യൂഷൻ ഏതൊക്കെ രീതിയിലാണ് ആ പ്രതിയെ കുറ്റം അല്ലെങ്കിൽ ശിക്ഷ മേടിച്ചു നൽകാൻ ശ്രമിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇത്. അതൊരു യുദ്ധമെന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ഒരു യുദ്ധമല്ല, ഒരു എന്താ പറയുക, നിയമങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഈ പറയുന്ന തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ ശ്രമിക്കുന്ന രണ്ട് അഭിഭാഷകർ. പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ വിക്ടിം, അവരുടെ ഫാമിലി, അവരുടെ ഇമോഷന്, പ്രതിയുടെ ഫാമിലി, അവരുടെ ഇമോഷൻ, ഈ പരസ്പരം മത്സരിക്കുന്ന രണ്ട് വക്കീലന്മാർ, അവരുടെ ഇമോഷൻസ്, ഇതെല്ലാം അങ്ങനെയുള്ള ഇമോഷണൽ സൈഡും ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എൻഗേജിങ് സിനിമയാണ്. ഇപ്പോൾ കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു പേടി വിരസമായിരിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഓഫ് കോഴ്സ് എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ കുറച്ച് ലാഗൊക്കെ ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലത്തെ ലാഗുകൾ ഒരുപക്ഷെ ഈ സിനിമയിലും ഉണ്ടാകും. പക്ഷേ ഒരു വിരസത തോന്നിക്കുന്ന സിനിമയാവും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. സോഫാർ നമ്മൾ കുറേ പേര് ഈ സിനിമ കാണിച്ചവരിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾ കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ വിജയിപ്പിച്ച് തരും എന്നെനിക്കറിയാം. എന്തായാലും എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. OTT റിലീസിനൊന്നും വേണ്ടി കാത്തിരിക്കരുത്. കാരണം ഇതിനകത്തൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്.